Welcome to BSc Complementary Electronics Semester 4 for BSc Physics Main students. BSc Complementary Electronics Op-amp Differentiator and Integrator 7th lecture. Today's topic is Operational Amplifier, Differentiator and Comparator. Two topics, two questions we study. So this is the diagram of op-amp differentiator. In the last class we have seen op-amp integrator, op-amp adder, op-amp subtractor, op-amp averager, op-amp integrator. Now we study op-amp differentiator. And you see the diagram. Diagram is almost similar to that of op-amp integrator. The difference is the feedback element and the input element are reversed. അതായത് ഈ op-amp ഡിഫറൻഷിയേറ്ററിൻ്റെ സർക്യൂട്ട് ഇൻ്റഗ്രേറ്ററിൻ്റെ അതേ സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ CUR ഒന്ന് റിവേഴ്സ് ചെയ്യും. പിന്നെ നേരത്തെ നമ്മൾ കപ്പാസിറ്റി ആണല്ലോ ഫീഡ്ബാക്ക് എലമെൻറ്റ് പഠിച്ചത്. ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഫീഡ്ബാക്ക് എലമെൻറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടത് മുകളിൽ CR എന്നാണ്. നമ്മൾ ആദ്യം C പിന്നീട് R എന്നുള്ള രീതിയിലാണ് ഓർക്കേണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ RC എന്നാണ് പഠിക്കുന്നത്. ആദ്യം ഇൻപുട്ട് എലമെൻറ്റ് ആറും ഫീഡ്ബാക്ക് എലമെൻറ്റ് CU ആണ്. ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ CR, അതേയുള്ള വ്യത്യാസം. ഇപ്പോൾ രണ്ടും കൂടി പഠിക്കരുത്, ആ ഇൻ്റഗ്രേറ്റർ പഠിച്ചാൽ മതി. ഇൻ്റഗ്രേറ്ററിൽ എലമെൻറ്റിൻ്റെ ഓർഡർ RC എന്നാണെങ്കിൽ ഇവിടെ CR ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റർ പഠിക്കുക, ഇത് തിരിച്ചാന്ന് ഓർത്തിരിക്കുക, അത്രയുള്ള കാര്യം. അപ്പോൾ ഈ കാണുന്നത് ഒരു op-amp ഡിഫറൻഷിയേറ്ററാണ്. അതിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ ഫീഡ്ബാക്ക് എലമെൻറ്റും അതുപോലെ തന്നെ ഇൻപുട്ട് എലമെൻറ്റും കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് എലമെൻറ്റ് കപ്പാസിറ്റി, ഫീഡ്ബാക്ക് എലമെൻറ്റ് റെസിസ്റ്ററാണ്. ബാക്കി കണക്ഷൻസിൽ ആ കാണുന്ന പോലെ ഇൻപുട്ട് VI, ഔട്ട്പുട്ട് VO. ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റർ ആകുമ്പോൾ ഇൻപുട്ടിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇൻപുട്ടിൻ്റെ ഡെറിവേറ്റീവ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റാമ്പ് വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുത്താൽ, ഒരു റാമ്പ് ക്രമേണ ഉയരുന്ന ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുത്താൽ ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റെപ്പ് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് ഇൻ്റഗ്രേറ്ററിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്. You see the op-amp differentiator is used to provide an output voltage which is proportional to rate of change of input voltage. The op-amp differentiator is used to provide an output voltage which is proportional to the rate of change of input voltage. അപ്പോൾ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് റേറ്റ് ഓഫ് ചേഞ്ച് ഡെറിവേറ്റീവ് അതിന് തുല്യമായിട്ട് കിട്ടും. ഒരു റാമ്പ് വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്താൽ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ് ഔട്ട്പുട്ട് തരും ഈ സർക്യൂട്ട്. It is an inverse mathematical operation to that of an integrator. അറിയാമല്ലോ, ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്ററിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. The circuit diagram is shown in the figure. The input element is capacitor and the feedback element is resistor. It can be shown that output VO is equal to minus CR dV1 by dt. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷനാണ്. അതിൽ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ V0 is minus CR dV1 by dt. അതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പറയുന്നത് ഈ സമ്മിങ് പോയിന്റിൽ അറിയാമല്ലോ, നമ്മൾ A എന്നുള്ള സമ്മിങ് പോയിന്റിൽ I1 is I2 എന്നായിരിക്കും ഇക്വേഷൻ. ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന ഇക്വേഷൻ എല്ലായിടത്തും. അപ്പോൾ ഈ ഇൻപുട്ട് എലമെൻറ്റ് കപ്പാസിറ്റി ആണല്ലോ. അപ്പോൾ കപ്പാസിറ്റിയിലെ കറണ്ട് dQ by dt ആണ്. ദാറ്റ് ഈസ് dQ by dt. ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ ആ റെസിസ്റ്ററിൽ കറണ്ട് അത് മൈനസ് VO by R ആണ്. ആ മൈനസ് കാണിക്കുന്നത് ഫേസ് റിവേഴ്സിലുള്ളത് കൊണ്ടാണ്. സോ ഇക്വേഷൻ നമ്പർ 1 becomes dQ by dt is minus V0 by R. Q is CV1 or CVI. Q is CV ആണല്ലോ, ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻ ദ പ്ലേസ് ഓഫ് Q we can write CVI or CV1. d by dt CV1 is equal to minus VO by R since Q is equal to CV. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ C into dV1 by dt is equal to minus VO by R. VO is equal to minus CR dV1 by dt. ഇൻപുട്ട് V1 ആണെങ്കിൽ dV1, ഇൻപുട്ട് VI ആണെങ്കിൽ dVI by dt.
So here output VO is equal to minus CR dV1 by dt, and this is the equation of op-amp differentiator. Here CR is called a scale factor. The output is proportional to the time derivative of the input voltage. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്കസ് വിത്ത് തിയറി ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇതൊരു എസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട 3 സർക്യൂട്ടാണ്, സമ്മറും ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷിയേറ്ററും. അത് 3 കൂടി ചേർത്ത് എസ് ഐ ചോദിച്ചത് ഇങ്ങനെയാണ്. ഡിസ്കസ് വിത്ത് തിയറി ഇൻ ദ ഫോളോയിങ്. നമ്പർ 1 ഓപ്പാമ്പ് സമ്മർ, നമ്പർ 2 ഓപ്പാമ്പ് സബ്ട്രാക്ടർ, നമ്പർ 3 ഓപ്പാമ്പ് ഇൻ്റഗ്രേറ്റർ, നമ്പർ 4 ഓപ്പാമ്പ് ഡിഫറൻഷിയേറ്റർ. എല്ലാം നമ്മൾ പഠിച്ചതാണ്, അതൊന്നുകൂടി വായിച്ചാൽ മതി. ഇനി ഒരു പ്രോബ്ലം ആണ്. ദ ഇൻപുട്ട് ടു ദി ഓപ്പാമ്പ് ഡിഫറൻഷിയേറ്റർ ഈസ് a sinusoidal voltage of peak value 5 millivolt and frequency 1 kHz. Find the output if R is equal to 100 MO, 100 micro ohm ആണെന്ന് തോന്നുന്നു. മൈക്രോ MO ആണ് കേട്ടോ, MO ക്യാപിറ്റൽ M ഓം ആണ്. ആൻഡ് സി ഇസ് 1 μF. അപ്പോൾ ഇത് നമ്മൾ ഇൻ്റഗ്രേറ്ററിൽ പഠിച്ച പോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. ഇവിടെ ഡിഫറൻഷിയേറ്ററിൽ നമ്മൾ സൈനുസോയ്ഡൽ വോൾട്ടേജ് കൊടുക്കുകയാണ്. പിന്നെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ 100 മെഗോമാണ്. ഇൻപുട്ട് കപ്പാസിറ്റി 1 μF ആണ്. നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോർമുല വി സ്റ്റഡിഡ്. സോ we can see VO is equal to minus CR dV1 by dt. CR is equal to സ്കെയിൽ ഫാക്ടർ മൈനസ് CR കണ്ടുപിടിച്ചാൽ മൈനസ് വേണമല്ലോ, മൈനസ് ഇക്വേഷൻ അതാണ്. CR is സീയുടെ വാല്യൂ 1 μF 10⁻⁻6 into R. R എന്ന് പറഞ്ഞാൽ 100 മെഗോ ആയിരിക്കില്ല, അപ്പോൾ കിലോ ആണ്. KO ആക്കിയാൽ മതി. അവിടെ ഇവിടെ 10⁵5 ആയിട്ടിരിക്കുന്നത്, അപ്പോൾ KO ആയിരിക്കും. 100 KO. ആ ക്വസ്റ്റിനകത്ത് ആ റെസിസ്റ്റർ അതോടെ ക്ലിയർ അല്ല, നോക്കട്ടെ. ആണോ നോക്കട്ടെ. KO ആണ് കേട്ടോ, KO ആണ്. 100 KO, 100 K എന്ന് എടുത്താൽ മതി. അപ്പം 100 K വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 K ആകുമ്പോൾ 100 × 10³ ആണ്, 10⁵5. അപ്പോൾ 10⁻⁻1.1, ദാറ്റ് ഇസ് CR. V1 സൈനുസോയ്ഡൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ സൈനുസോയ്ഡൽ വോൾട്ടേജ് നമ്മൾ എഴുതുന്നത് AωT അല്ലെങ്കിൽ A sin 2πft എന്ന് വരും. ദാറ്റ് ഈസ് 5 ആണ് ആംപ്ലിറ്റ്യൂഡ്. sin 2π × 100, 2πf, 2π × 1000, 1 kHz. T is equal to 5 sin 2000πt. Therefore VO is equal to minus 0.1 into d by dt of 5 sin 2000πt. That is minus CR ആണ് 0.1. CR ആണ് 0.1. മൈനസ് 0.1 d by dt of 5 sin 2000πt is equal to 5 ബ്രാക്കറ്റിനകത്തുള്ള 5 പുറത്തേക്ക് എടുക്കണം. അപ്പോൾ മൈനസ് 0.5. പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കൊസൈൻ 2000πt ഇനി 2000π. 2000π ആദ്യമാണ് എഴുതേണ്ടത്, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു മൈനസ് 1000π കോസ് 2000πt മില്ലിവോൾട്ട്. മില്ലിവോൾട്ടാണ് ഇൻപുട്ട് വോൾട്ടേജ്. ദി ഔട്ട്പുട്ട് ഈസ് കൊസൈനുസോയ്ഡൽ. അപ്പോൾ സൈൻ വോൾട്ടേജ് ആണ് നമ്മൾ വിചാരിച്ചത്. നമുക്ക് കിട്ടുന്നത് കൊസൈനുസോയ്ഡൽ വോൾട്ടേജ് ആണ്, കോസ് വോൾട്ടേജ് ആണ് കിട്ടുന്നത് വിത്ത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ with amplitude. Amplification factor with amplitude is equal to minus 1000π. അപ്പോൾ 1000π ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടും. ഈ ഡിഫറൻഷ്യേറ്റർ തരും. One more problem we have done here. Calculate the output voltage of an op-amp differentiator if the rate of change of voltage across the capacitor of value 0.01 μF is 1 volt per millisecond.
the value of the feedback resistor is 1 mega. Feedback resistor 1 mega ആണ്. പിന്നെ 1 volt per millisecond. .01 മൈക്രോഫാരഡ് കപ്പാസിറ്റി. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് വോൾട്ട് 1 വോൾട്ട് പെർ മില്ലി സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് കാൽക്കുലേറ്റ്. അപ്പോൾ d1/dt അത് തന്നിട്ടുണ്ട് 1 വോൾട്ട് പെർ മില്ലി സെക്കൻഡ് ആക്കുന്നത് എങ്ങനെയാണ്? താഴെ 10⁻³ അത് മുകളിൽ പോകണം. അപ്പോൾ 10⁻+3 വോൾട്ട് പെർ സെക്കൻഡ് അത് കിട്ടും. യൂണിറ്റ് കൺവേർഷൻ സംശയമില്ലല്ലോ. 1 വോൾട്ട് പെർ മില്ലി സെക്കൻഡാണ്. മില്ലി സെക്കൻഡ് 10⁻³ സെക്കൻഡാണ്. അത് ഡിനോമിനേറ്റർ കൊടുക്കണം. എന്നിട്ട് 10⁻³ ന്യൂമറേറ്റർ കൊണ്ടുപോകണം. ടേക്ക് 10⁻³ ടു ദ ന്യൂമറേറ്റർ, വി ഗെറ്റ് 10⁻³ യൂണിറ്റ് ഈസ് വോൾട്ട് പെർ സെക്കൻഡ്. VO is equal to minus CR dV1/dt is equal to minus 0.01 into -2 ആണോ? എന്ത് വോൾട്ടാണ് തന്നിരിക്കുന്നത്? വോൾട്ട് പെർ മില്ലി സെക്കൻഡാണ്. വോൾട്ട് പെർ മില്ലി സെക്കൻഡ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ CR d1/dt ആ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് -10 വോൾട്ട് എന്ന് കിട്ടും. എല്ലാ വാല്യൂം അതിൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. ഇവിടെ ഉണ്ട് d1/dt 10⁻³ ആണ്. അത് ലാസ്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 വോൾട്ട് എന്ന് കിട്ടും. ഇനി അടുത്തത് -CR വാല്യൂ നമ്മൾ കൊടുത്തു. പിന്നെ d1/dt കൊടുക്കുമ്പോൾ ഈ ഉത്തരം കിട്ടും. -10 വോൾട്ട്. -CR അവിടെ എഴുതണം. സിയുടെ ആറിൻ്റെയൊക്കെ വാല്യൂ ചെയ്തിട്ട് d1/dt കൊടുക്കുമ്പോൾ കിട്ടും. അടുത്തത് ഓപ്പാമ്പ് കമ്പറേറ്ററാണ്. ഈ കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് കമ്പയർ ചെയ്യുന്ന ഡിവൈസാണ്. 2 വോൾട്ടേജ് തന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ എത്ര വലുതാണ് അല്ലെങ്കിൽ ചെറുതാണെന്ന് കമ്പാരിസൺ നടത്തുക. അതാണ് കമ്പറേറ്റർ. അതിന് പ്രത്യേകിച്ച് പടമൊന്നും ഇല്ല. ഓപ്പാമ്പിൽ പടം നിങ്ങൾ വരച്ചാൽ മതി. ഒരു ടെർമിനലിൽ ഒരു വോൾട്ടേജ് കൊടുക്കും, മറ്റേ ടെർമിനൽ വേറൊരു വോൾട്ടേജ് കൊടുക്കും. ഡിഫറൻസ് വോൾട്ടേജ് കിട്ടും. ആ ഡിഫറൻസ് വോൾട്ടേജ് കിട്ടിയാൽ നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. അത്രയുള്ള കാര്യം. അപ്പോൾ ഓപ്പാമ്പ് കമ്പറേറ്ററിൻ്റെ പടം വരയ്ക്കാൻ വന്നാൽ നമ്മൾ ഓപ്പാമ്പ് സിമ്പിൾ അങ്ങ് വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്താണ് കമ്പറേറ്റർ എന്നോട്ട് എഴുതും. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് കമ്പയേഴ്സ് 2 signals or voltage levels. The circuit is shown in the figure. The circuit is simplest because it needs no additional component. ഒരു അഡീഷണൽ കമ്പോണൻറ്റ് വേണ്ട, നേരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് മില്ലി വോൾട്ട് മൈക്രോ വോൾട്ട് ആയിരിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ, വോൾട്ടേജുകളുടെ ഒരു കമ്പാരിസൺ നടത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ കമ്പാരിസൺ നടത്തുന്ന കാര്യമാണ് ഇനി പറയുന്നത്. If V1 and V2 are equal, then VO should be ideally 0. രണ്ട് തുല്യമാണെങ്കിൽ VO 0 ആയിരിക്കും. കാരണം ഇത് ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് ടെർമിനലാണല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് V1 - V2 ആയിരിക്കും. If V1 divides from V2 by very small amount, V2 is large because of the high gain of the amplifier. Hence, the circuit can detect any small signal, അല്ലെങ്കിൽ level, any small signal changes. That is, it compares two signals. അപ്പോൾ ഈ രണ്ട് സിഗ്നലുകൾ വോൾട്ടേജുകൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരെണ്ണത്തിൽ ഒരു ടെർമിനലിൽ നമ്മൾ V1 കൊടുക്കണം, രണ്ടാമത്തിൽ V2 കൊടുക്കണം. ഔട്ട്പുട്ട് V2/C1 ആയിരിക്കും.
അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് വളരെ വലുതായിട്ട് കാണിക്കും. അങ്ങനെ നമുക്ക് പിന്നെ ഇൻപുട്ട് വോൾട്ടേജുകൾ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് എന്നുള്ളത് താരതമ്യം ചെയ്യാം. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ആൻ ഓപ്പ് ആമ്പ് കമ്പറേറ്റർ. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു ഷോർട്ട് ആൻസർ കൂടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഈ BL തിരാജൻ്റെ ബുക്കിനകത്തുള്ളതല്ല, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചതുകൊണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഈ കോംപ്ലിമെൻ്ററി ഫിസിക്സിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കുകയാണ്. ഇത് മെയിനകത്താണ്, നിങ്ങൾ BSc ഇലക്ട്രോണിക്സ് പേപ്പറിനകത്താണ്, സെമിസ്റ്റർ 5 പഠിക്കുന്നത്. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ നമ്മുടെ ഈ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ചോദിച്ചുകൊണ്ട് ഞാനിന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പ്രോബ്ലം. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ 2 പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഇത് തന്നെ മെയിനകത്ത് പഠിക്കുന്നുണ്ട്, BSc ഇലക്ട്രോണിക്സ് മെയിനകത്ത് പഠിക്കും. ഇപ്പോൾ ഗെയിൻസ് ഓപ്പാമ്പ്. ഓപ്പാമ്പിൽ 2 ഗെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓപ്പാമ്പ് ഹാസ് 2 ഗെയിൻസ്. നമ്പർ 1 ഡിഫറൻഷ്യൽ ഗെയിൻ AD, അത് VO ഡിഫറൻഷ്യൽ ബൈ V1 - V2 എന്ന് പറയും. അതായത് ഈ VOD സഫിക്സ് ആകട്ടെ, OD സഫിക്സ് VOD - V1 - V2. V1 - V2 വിളിക്കുന്ന പേരാണ് VID, ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയും. VID V1 - V2 ഇൻപുട്ട് വോൾട്ടേജ് ആണ്. പിന്നെ രണ്ടാമത്തെ ഗെയിനെ വിളിക്കുന്ന പേര് കോമൺ മോഡ് ഗെയിൻ, അതിന് AC എന്ന് പറയും. ACM എന്നോ AC എന്ന് പറയാം. അതിൻ്റെ ഇക്വേഷൻ VOC ബൈ VIC, ഔട്ട്പുട്ട് കോമൺ മോഡ് ബൈ ഇൻപുട്ട് കോമൺ മോഡ്. BC എന്ന് പറഞ്ഞാൽ അത് 2 ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആവറേജാണ്. അപ്പോൾ 2 ഗെയിൻ ഉണ്ട്, ഒന്ന് AD, രണ്ടാമത്തെ AC. AD എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഗെയിൻ, AD കോമൺ മോഡ് ഗെയിൻ എന്ന് പറയും. അപ്പോൾ 2 ഔട്ട്പുട്ട് ഉണ്ട്, VO ഡിഫറൻഷ്യൽ ഉണ്ട്, VO കോമൺ മോഡ് ഉണ്ട്. VO ഡിഫറൻഷ്യൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്, VOD കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് AD ഇൻറ്റു V1 - V2. അതുപോലെ VOC കാണുമ്പോൾ കിട്ടുന്നത് AC ഇൻറ്റു VIC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആകെ ഔട്ട്പുട്ട് എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് VO = VOC + VO ഡിഫറൻഷ്യൽ. ഒരു ഓപ്പാമ്പ് തരുന്ന ആകെ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെയും കോമൺ മോഡ് ഔട്ട്പുട്ടിൻ്റെ സമ്മാണ്. വളരെ സിമ്പിളാണ് കാര്യം. അതായത് ഒരു ഓപ്പാമ്പിന് 2 ഗെയിൻ ഉണ്ട്. ഒന്നാമത്തെ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയും, രണ്ടാമത്തിന് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയും. ഡിഫറൻഷ്യൽ ഗെയിൻ AD എന്ന് എഴുതും, കോമൺ മോഡ് AC എന്ന് പറയും. AD എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇക്വേഷൻ VO/VI, നമ്മൾ പഠിച്ചുള്ള ഇക്വേഷനാണ് VO/VI. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ VOD/VID. VID V1 - V2 ആണ്, ഇൻപുട്ട് വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണ്. സോ VOD/V1 - V2. കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ VOC/VIC. VOC കോമൺ മോഡ് ഔട്ട്പുട്ടാണ്, VIC കോമൺ മോഡ് ഇൻപുട്ടാണ്. കോമൺ മോഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആവറേജാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആകെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ 2 ഔട്ട്പുട്ട്, കോമൺ മോഡ് ഔട്ട്പുട്ടും ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടും കൂടി കൂട്ടുന്നതാണ് ആകെ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം മെയിനും ചോദിക്കും, ഇവിടെ ചോദിക്കും. ഇവിടെ ചോദിച്ചാണ് ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളത് വായിച്ച് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, പ്രിസ്ക്രൈബ്ഡ് ബുക്കിനകത്ത് ഇല്ലാത്തതാണ്. എന്നിട്ട് പരീക്ഷ ചോദിച്ചു. Determine the output voltage of an op-amp for which the input voltages are V1 is 120 microvolt, V2 is 80 microvolt. The op-amp has a difference gain AD, differential gain AD equal to 1000 and CMRR is 100. ഇപ്പോൾ CMRR ഒരു പുതിയ ടേം കൂടെ വന്നിരിക്കുകയാണ്. ആ CMRR കൂടി നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ കൂടെ പറയുന്നുണ്ട്. CMRRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. കോമൺ മോഡ് റിജക്ഷൻ, REJCTION, റിജക്ഷൻ റേഷ്യോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ CMRR 100 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് ആണെങ്കിൽ VO = VID + VOD + VOC ആണല്ലോ. VOD + VOC ആണ്. എന്താണ് VOD എന്ന് പറഞ്ഞാൽ? AD ഇൻറ്റു VID എന്നുള്ളതാണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഇൻപുട്ട്. അതുപോലെ VOC എന്ന് പറയുന്നത് എന്താണ്? കോമൺ മോഡ് ഗെയിൻ ഇൻറ്റു കോമൺ മോഡ് ഇൻപുട്ട് എന്ന് പറയും. VIC ഓർ VICM എന്ന് പറയും കേട്ടോ. ഇനി ഓപ്പാമ്പിൻ്റെ ഈ CMRR പറയുന്നത് ഡെഫിനിഷൻ AD/AC എന്നാണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ, അതാണ് ഡെഫിനിഷൻ. ദ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഓഫ് ഓപ്പാമ്പ് ഇസ് ഡിഫൈൻഡ് ആസ് AD/AC, ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. അപ്പോൾ AD നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 1000.
ബൈ എ സി. അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? 10⁻³ CMRR 100 തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. എ സി 10 എന്ന് കിട്ടും. എ സി 10. VID = V1 - ആ വോൾട്ടേജ് വ്യത്യാസം 120 - 80, ദാറ്റ് ഈസ് 40 മൈക്രോവോൾട്ട്, ദാറ്റ് ഈസ് 0.04 മില്ലി വോൾട്ട്. മൈക്രോവോൾട്ടിൽ നമ്മൾ മില്ലി വോൾട്ടേ ആക്കുന്നുള്ളൂ. ഒരു 3 സ്ഥാനം മാറ്റി കുത്തിട്ടാണ് മില്ലി വോൾട്ട് ആക്കിയത്. VI കോൺ മോഡ് V1 + V2/2 120 + 80/2 = 100 മൈക്രോവോൾട്ട്. ദാറ്റ് ഈസ് 100 മൈക്രോവോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 0.1 മില്ലി വോൾട്ട് എന്ന് കിട്ടും. VO = VOD + VOC. ദാറ്റ് ഈസ് VO = AD × VID + AC × VIC or VIC. AD 10⁻³ VID 0.04 വ്യത്യാസം. പിന്നെ AC 10 VICM 0.1 ആവറേജ്. എല്ലാം മില്ലി വോൾട്ട് ആകട്ടെ. 40 + 1 41 മില്ലി വോൾട്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. അപ്പോൾ ആ വാല്യൂ എല്ലാം നേരിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്, സംശയിക്കാനൊന്നുമില്ല. AC 1000 തന്നിട്ടുണ്ട് പ്രശ്നത്ത്. VID നമ്മൾ 40 മൈക്രോവോൾട്ട് മില്ലി വോൾട്ട് ആക്കുമ്പോൾ 0.04. VIC അല്ലെങ്കിൽ VICM എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 100 മൈക്രോവോൾട്ട് 0.1. AC വാല്യൂ നമുക്കറിയാം, ഏത് വാല്യൂ അറിയാം. CMRR വെച്ചിട്ടാണ് AC കാണുന്നത്. അപ്പോൾ ഉത്തരം 41 മില്ലി വോൾട്ട്. ഒരു കണക്ക് കൂടി നമുക്ക് എഴുതാം. യു സീ ദിസ് ക്വസ്റ്റ്യൻ. ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്യുന്നതാണ്, ഞാൻ ചെയ്ത് കാണിച്ചേക്കാം. ഞാൻ ഓപ്പാമ്പ് ഇത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഇപ്പോൾ AD is 1200 and common mode gain is 2.5. ഇപ്പോൾ 2 ഗെയിൻ തന്നിട്ടുണ്ട് കേട്ടോ. 2 ഗെയിൻ AD തന്നിട്ടുണ്ട്, AC തന്നിട്ടുണ്ട്. വാട്ട് ഇസ് CMRR? CMRR എന്ന് പറയുക, ഈ 1.5 മില്ലി വോൾട്ട് ആൻഡ് 1.3 മില്ലി വോൾട്ട് appear respectively at inverting and non-inverting terminals. What is the output due to 1 AD, 2 AC? Find also the total output. അപ്പോൾ ഓരോ ഗെയിനും വെച്ചുള്ള ഔട്ട്പുട്ട് കാരണം ആകെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ CMRR is AD/AC. So AD is 1200, AC is 2.5 = 480. That is CMRR. First answer. Next is output due to AD. That is VOD is AD × VID. AD is 1200, VID differential output. Yes, ID കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.5 - 1.3 0.22 മില്ലി വോൾട്ട്. അപ്പോൾ അവിടെ നമ്മൾ മില്ലി വോൾട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് 120 × 2 എന്ന് കിട്ടും, 240 മില്ലി വോൾട്ട്. ഔട്ട്പുട്ട് ഡ്യൂ ടു AC, ദാറ്റ് ഈസ് VOCM = AC × VICM 2.5 × 1.4. അതായത് ഈ VICM എന്ന് പറഞ്ഞാൽ V1 + V2/2 1.5 + 1.3/2 1.4 മില്ലി വോൾട്ട്. അതാണ് ഇട്ടിരിക്കുന്നത്. ഉത്തരം 5.5. ടോട്ടൽ ഔട്ട്പുട്ട് രണ്ടും കൂട്ടിയാൽ പോരെ. ടോട്ടൽ ഔട്ട്പുട്ട് രണ്ടും കൂട്ടണം. ദാറ്റ് ഈസ് VO = VOD + VOC or VOD + VOCM or VOC. ദാറ്റ് ഈസ് AD × VID + AC × VICM. രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുകളിൽ. ദാറ്റ് ഈസ് 240 ആണ്. 240 പ്ലസ് അത് 240 അല്ലേ? 240 പ്ലസ് 3.5 = 243.5 മില്ലി വോൾട്ട്. ദാറ്റ്സ് ദി ആൻസർ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലവും അല്ലെങ്കിൽ ആ ഡെഫിനിഷനൊക്കെ ഒരു അഡീഷണൽ ടോപ്പിക്കാണ്, പഠിച്ചുകൊള്ളാം. കാരണം ഇത് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യമാണ്, എല്ലാവരും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇത് ആ മെയിൻ പുസ്തകം വായിക്കണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് വരും, ഇത് പഠിച്ചാൽ മതി. So with this your first chapter, that is integrated circuits, over, and in which we study op-amp in detail. And this op-amp is a very important topic.
one essay question and one problem you can expect from op-amps. The first chapter is over, and now the next class we start the second chapter, that is number systems. Thank you very much.